എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഒയാസിസ് മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ, യേശുക്രിസ്തുവിൻ്റെ അധ്യാപനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഉപമകളുടെ 4 വർഗീകരണത്തിൽ ആത്മീകവും ധാർമ്മികവുമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപമകൾ എന്ന ഭാഗത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ക്ഷമ എന്ന വിഷയം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ സമർപ്പിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തെ വിശദമാക്കുന്ന ഏതാണ്ട് 4 പ്രധാനപ്പെട്ട ഉപമകൾ, സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ പാറമേൽ വീട് പണിത മനുഷ്യനെ കുറിക്കുന്ന ഉപമ, ലൂക്കോസും അത് തൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 46 മുതലുള്ള വേദഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മത്തായി 21-ൻ്റെ 42 മുതൽ വിശദീകരിക്കുന്ന തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്ന ഉപമ, മത്തായി 12-ാം അധ്യായത്തിൻ്റെ 43 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ഒഴിഞ്ഞതും അലങ്കരിച്ചതുമായ ഭവനത്തെക്കുറിച്ചുള്ള ഉപമ, ലൂക്കോസ് 14-ാം അധ്യായത്തിന് 25 മുതൽ വിശദീകരിക്കുന്ന ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്നവൻ അഥവാ യുദ്ധത്തിനായി പോകുന്ന രാജാവ് തുടങ്ങിയ ഉപമകളൊക്കെ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ സമർപ്പിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട ഉപമകളാണ്. അതിൽ ആദ്യത്തെ 2 ലഘു വിശദീകരണത്തിനായിട്ടെടുത്താൽ, പാറമേൽ വീട് പണിത മനുഷ്യൻ, അടിസ്ഥാനം പാറമേൽ ഉറപ്പിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. ഒരേ ടൈപ്പ് വീട്, ഒരേ ഡിസൈനുള്ള വീട്, ഒരേ ശൈലിയിലുള്ള വീട്, അതിൻ്റെ സാധന സാമഗ്രികളെല്ലാം ഒരുപോലെ തന്നെ. പക്ഷേ ഈ പണിതിരിക്കുന്ന വീടിന് 2 അടിസ്ഥാനങ്ങളാണ്. ഒന്ന് അടിസ്ഥാനമിട്ടിരിക്കുന്ന മണലിന്മേൽ, ഒന്ന് പാറമേൽ. ഇതാണ് എൻ്റെ വ്യത്യസ്തത. ഈ 2 വീടും അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒന്ന് തന്നെയാണ്. കാറ്റ് 2 വീട്ടിൽ ഒരുപോലെ അടിക്കുന്നു. അതുപോലെ മഴ പെയ്ത് വെള്ളം 2 ഒരുപോലെ ഇരച്ച് കയറുന്നു. പ്രതിസന്ധി ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഒന്നൊന്നിനെ അതിജീവിക്കുന്നു. മണലിൽ പണിതത് പെട്ടെന്ന് വീഴുന്നു, പാറയിൽ പണിതത് ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യൻ്റെ അടിസ്ഥാനം സമർപ്പണം, അത് ക്രിസ്തുവിൽ തന്നെ രൂഢമൂലമായി കിടക്കുകയാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിൽ തന്നെയാണ് അവൻ്റെ സമർപ്പണം. ആ സമർപ്പണമാണ് അവൻ്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നത് എന്നാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങുന്ന ഒരാൾ, യേശുവിനെ അനുഗമിക്കുന്ന ഒരാളെ, അനുധാവനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവനൊരു ഉറപ്പുണ്ടാകണം. അത് വ്യത്യസ്ത നിലകളിൽ വേണം നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാനാണ്. ഉപദേശ സംബന്ധമായ ഒരു ഉറപ്പുണ്ടാകണം, ദൈവശാസ്ത്രം സംബന്ധിച്ചൊരു ഉറപ്പുണ്ടാകണം, വിശ്വാസം സംബന്ധിച്ചൊരു ഉറപ്പുണ്ടാകണം, ക്രിസ്തുവിലുള്ള പ്രത്യാശ സംബന്ധിച്ചൊരു ഉറപ്പുണ്ടാകണം, തിരുവഴുത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഉറപ്പുണ്ടാകണം, താൻ ആരെയാണ് അനുഗമിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം, തിരിച്ചറിവ് കൃത്യമായിട്ടുണ്ടാകണം. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ, ഒരു ക്രിസ്തീയ മനുഷ്യൻ്റെ, ഒരു ക്രിസ്തീയ ശിഷ്യൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ അവൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. ലോകം എല്ലാ മനുഷ്യനെയും ഒരുപോലെയാണ് പ്രഹരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തുണ്ടായ വെള്ളപ്പൊക്കമാകട്ടെ, കോവിഡ് മഹാമാരിയാകട്ടെ, അതിനു മുമ്പ് ഉണ്ടായ പകർച്ചവ്യാധികൾ, ചിക്കൻ ഗുനിയ അടക്കമുള്ള പകർച്ചവ്യാധികളാകട്ടെ, ഇന്ന് നിലനിൽക്കുന്ന അനവധി രോഗങ്ങളുണ്ട്. ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളുണ്ട്. എല്ലാ രോഗങ്ങളും എല്ലാ മനുഷ്യനെ, ആത്മീയനെന്നോ അനാത്മീയനെന്നോ, ലോകമനുഷ്യനെന്നോ ആത്മീയ മനുഷ്യനെന്നോ ക്രിസ്ത്യാനിയെന്നോ മറ്റുതര മതസ്ഥരെന്നോ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ഗ്രസിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ ചിലർ മാനസികമായി തകർന്നു പോകുമ്പോൾ, ചിലർ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ, ചിലരുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്നുള്ള വല്ലാത്ത വീർപ്പുമുട്ടലിൽ മരണത്തെ ഭയന്നൊക്കെ ജീവിക്കുമ്പോൾ, ചിലർ ആ പ്രതിസന്ധികളിൽ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ക്രിസ്തുവിലുള്ള ഉറപ്പാണ്. അപ്പം ക്രിസ്തീയ ജീവിതം ഉറപ്പുള്ള ജീവിതമായി മാറണം. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട്, തിരുവഴുത്തിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുന്ന ഒരാൾ. അതാണ് ഒരു ഉപമ എന്ന് പറയുന്നത്. മറ്റൊന്ന് തള്ളിക്കളഞ്ഞ കല്ലിനെക്കുറിച്ചുള്ള ഉപമയാണ്. യഥാർത്ഥത്തിൽ രസകരമായി ഉള്ളൊരു ഉപമയാണ്. ഈ തള്ളിക്കളയുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് സഹജമായൊരു സ്വഭാവമാണല്ലോ. പലരെയും തള്ളിക്കളയും. ഒരാളെ കൊള്ളില്ല എന്ന് പറയാനാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവൻ കൊള്ളാം എന്ന് പറയാൻ മനുഷ്യൻ സാധാരണ ഇഷ്ടപ്പെടാറില്ല.
കാരണം മറ്റൊരാളുടെ ബലഹീനത, ന്യൂനത, കഴിവുകേട്, കുറവ് ഇത് കണ്ടെത്തുന്നതിൽ വളരെ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരാളുടെ നല്ല വശങ്ങളെ വിശദീകരിക്കുന്നതിനേക്കാൾ നമ്മളെപ്പോഴും മറ്റൊരാളുടെ മോശം വശത്തെ മറ്റുള്ളവരുടെ അവതരിപ്പിക്കാൻ വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഈ കല്ല് തള്ളിക്കളയുന്നു. ഇപ്പോൾ നമുക്ക് ആ കല്ല് എന്നുള്ള വിഷയത്തെ സാധാരണ രീതിയിലൊന്ന് പഠിച്ചാൽ, സാധാരണ കല്ല് ഉപയോഗിക്കുന്ന അടിസ്ഥാനത്തിൽ പണിയാൻ വേണ്ടിയാണ്, എന്തെങ്കിലും ഒരു കെട്ടുപണിക്ക് വേണ്ടിയിട്ടാണ്. അതിനെ കല്ലിനെ മേക്ക് ചെയ്തെടുക്കുന്ന, അതിനെ മോൾഡ് ചെയ്തെടുക്കുന്ന, ക്രമീകരിച്ചെടുക്കുന്ന ഒരു മേസ്തിരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ചുറ്റിക കൊണ്ട് അത് അടിച്ച് പരുവപ്പെടുത്തി ശരിയാക്കി എടുക്കുക. പക്ഷെ ചിലപ്പോൾ ചിലർ പറയണം ആ കല്ല് കൊള്ളില്ല, അത് എത്ര തല്ലിയാലും അത് ശരിയാകില്ല എന്ന് പറഞ്ഞ് മാറ്റിക്കളയും. ചിലത് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ട് കുറച്ചൊക്കെ തല്ലി നോക്കിയിട്ട് ശരിയാകാഞ്ഞിട്ട് മാറ്റിക്കളയും. ഈ മൂലക്കല്ലിനൊരു പ്രത്യേകത ഉണ്ട്, അതിന് രണ്ട് മുഖങ്ങൾ ഒരുപോലെ കൃത്യമായിട്ട് നിൽക്കണം. സാധാരണ കല്ല് വെച്ചാൽ ഒരു മുഖം മതിയെങ്കിൽ മൂലക്കല്ലിന് രണ്ട് മുഖം വേണം. അപ്പോൾ രണ്ട് വശവും ശരിയായ ഒരു കല്ലിനെ മാത്രമേ അടിച്ച് പരുവപ്പെടുത്തിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ചിലരിത് അടിച്ചൊക്കെ നോക്കിയിട്ട് ശരിയാകുന്നില്ല എന്ന് കാണുമ്പോൾ തള്ളിക്കളയും. പക്ഷേ ആ തള്ളിക്കളഞ്ഞ കല്ലിനെ കൊള്ളാവുന്ന ഒരു മേശരി തൻ്റെ കയ്യിലിരിക്കുന്ന ചുറ്റിക കൊണ്ട് അടിച്ച് പരുവപ്പെടുത്തി ശരിയാക്കിയെടുക്കും. അത് ഈ മേസ്തിരിയുടെ ആ അടിക്കുന്ന അടിയുടെയും നമ്മുടെ ഭാഷ പറഞ്ഞ ആ താടനവും പീഡനവും എല്ലാം ഏറ്റുവാങ്ങിയ എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ മുഖമൊന്ന് ശരിയാകാൻ. ഇതുപയോഗിക്കപ്പെടില്ല, കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ അതവിടെ കാട്ടിൽ അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ മുകളിൽ വന്നു വീഴുന്ന ഇലച്ചാർത്തുകളിൽ പടർന്നു കയറുന്ന വള്ളികളിൽ ഒക്കെ കുടുങ്ങി ആർക്കും വെളിപ്പെടാൻ കഴിയാതെ, ആരും കാണാതെ ആ മണ്ണിനോട് ചേർന്ന് ഒരർത്ഥത്തിൽ വിലയം പ്രാപിച്ചതുപോലെ ആർക്കും ഉപയോഗിക്കാൻ കഴിയാതെ പോകേണ്ട ഒരു ഘട്ടത്തിൽ നിന്ന് അതിനെ പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരാളുണ്ട്. ഇതൊരു സമർപ്പണമാണ്. എത്ര എന്നെ തല്ലിയാലും എൻ്റെ മുഖം ശരിയായി ഞാൻ മാറണം. നോക്കി, അങ്ങനെ കളഞ്ഞൊരു കല്ല്, കാട്ടുകല്ലായി മാറേണ്ട കല്ലിനെ ഒരു നല്ല മേശിരി എടുത്ത് മൂലക്കല്ലാക്കി ക്രമീകരിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപമയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോലെ സമൂഹം തള്ളിക്കളഞ്ഞവരുണ്ട്, സമൂഹത്തിൻ്റെ ഉച്ചനീചത്വങ്ങളുടെ പേരിൽ തള്ളിക്കളഞ്ഞവരുണ്ട്, ജാതിയിൽ താഴ്ന്നവനെന്നും വലിയവനെന്നൊക്കെയുള്ള നിലകളിൽ തള്ളിക്കളഞ്ഞ അനുഭവങ്ങളുണ്ട്, നിറത്തിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞവരുണ്ട്, വിദ്യാഭ്യാസമില്ല എന്നതിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞവരുണ്ട്, എന്തിനേറെ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ തള്ളിക്കളയപ്പെട്ടവരും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ കൃത്യമായൊരു സ്ഥലത്ത് ഫിറ്റ് ചെയ്യും. നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥലത്ത്, ഒരു പക്ഷേ നമ്മളൊരിക്കലും ഫിറ്റാകില്ലെന്ന് സകല മനുഷ്യനും പറഞ്ഞ സ്ഥലത്ത് നമ്മളെ കൃത്യതയോടെ കൊണ്ടുവെക്കാൻ സമർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തു ശിഷ്യന് കഴിയും എന്നാണ് ഈ ഉപമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരു വലിയ ആത്മീയ പാഠമാണ് ഈ ഉപമ നമുക്ക് നൽകുന്നത്. ഇനി ഈ ഉപമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് കാണാനായിട്ടുണ്ട്. ഇതിൽ മറ്റൊന്ന് ഈ ലോകത്തിൻ്റെ സമ്പത്തിനെ കുറിക്കുന്ന ഉപമയാണ്. രണ്ടാമത്തത് പാപത്തിൻ്റെ പഴയ ജീവിതവും ക്രിസ്തുവിലുള്ള പുതിയ ജീവിതവും സംബന്ധിച്ചിട്ടുള്ള ഉപമകൾ. അതിൽ ഈ ലോകത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന ഭാഗത്ത് ഏതാണ്ട് 4 ഉപമകൾ യേശു വിശദമാക്കുന്നുണ്ട്. ഒന്ന്, അനീതിയുള്ള കാര്യവിചാരകൻ്റെ ഉപമയുണ്ട്, ലൂക്കോസ് 16:1 മുതലുള്ളത്. 2, ഭോഷനായ ധനികൻ്റെ ഉപമയുണ്ട്, ലൂക്കോസ് 12:16 മുതലുള്ള വാക്യങ്ങൾ. വലിയ വിരുന്നുമായി ബന്ധപ്പെട്ടൊരു ഉപമ ലൂക്കോസ് 14:15 മുതൽ പറയുന്നുണ്ട്. ധനവാനും ലാസറും തമ്മിലുള്ള ആ ഉപമ അല്ലെങ്കിൽ ആ കഥ ലൂക്കോസ് 16:19 മുതൽ പറയുന്നു. 4 വിലപ്പെട്ട ഉപമകളാണെങ്കിലും അതിലെ അവസാനത്തെ ഉപമ മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കുക. ധനവാനും ലാസറും ഈ ലോകത്തിൻ്റെ സമ്പത്തിനെ കുറിക്കുന്നു. ഈ ലോകത്തിൻ്റെ സമ്പത്ത് കൊണ്ട് മനുഷ്യന് ഈ ലോകത്തിലുള്ളത് മാത്രമേ നേടാൻ കഴിയൂ എന്ന് വളരെ വ്യക്തമാക്കി തരുന്നൊരു ഉപമയാണത്. ധനവാൻ ഈ മരണത്തിലൂടെ ലാസറും ധനവാനും തമ്മിലുള്ള ബന്ധം, ലാസർ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ എച്ചിൽ കൊണ്ട് കളയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വാരിക്കൊണ്ട് കളയുന്നിടത്ത് ജീവിച്ചൊരു മനുഷ്യനാണ്. അവൻ്റെ മേശയെങ്കിൽ നിന്ന് വീഴുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇവൻ ആ വീടിൻ്റെ ഇവിടെ ഇറയത്ത് കിടക്കുന്നതാണ്, മേശയിൽ നിന്ന് വീഴുന്ന കഴിക്കുകയാണെന്ന്. പിൽക്കാലത്താണ് മനസ്സിലായത് അതിൻ്റെ അർത്ഥം മേശയിൽ നിന്നൊക്കെ വീഴുന്ന വേസ്റ്റ് എടുത്ത് വാരി കൊണ്ട് കളയുന്ന കുപ്പത്തൊട്ടി, അല്ലെങ്കിൽ അത് വേസ്റ്റ് ബക്കറ്റ്, അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവൻ്റെ പടിപ്പുരയിൽ ജീവിതകാലം കഴിച്ചു കൂട്ടിയ വ്രണിതനായൊരു മനുഷ്യൻ, മാനസികവും ശാരീരികമായി തകർന്നു പോയൊരു മനുഷ്യൻ. ധനവാൻ ഇവനെ ആ കാലത്ത് ഗൗനിച്ചിട്ടില്ല. പക്ഷെ മരണാനന്തരം നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ചേർന്നിരിക്കുന്ന ഈ വ്രണിത മനുഷ്യൻ
അവനിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? പാതാള പ്രതീക്ഷയിൽ അബ്രഹാമിനോട് ചേർന്ന്. പക്ഷേ ധനവാൻ താഴെ യാതനാശ്രമത്തിൽ. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ കാണുന്നു. ഈ കോൺവെർസേഷനിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. ധനവാൻ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, ഇവനിൽ നിന്ന് അല്പം ഒരു കരുണ എനിക്ക് തിരിച്ചു കിട്ടുമോ? ഞാനവനോട് കരുണ കാണിച്ചില്ല, അവനിൽ നിന്ന് കിട്ടുമോ അല്പം വെള്ളം എൻ്റെ നാവിലേക്ക് തരാൻ? അബ്രഹാം പറയുന്നുണ്ട് കഴിയില്ല, കാരണം നമ്മൾ തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വരാനായിട്ട് കഴിയില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരന്മാരവിടെയുണ്ട്, അവരുടെ അരികിലേക്ക് ഇവനെ ഒന്ന് പറഞ്ഞു വിടാം. അപ്പോഴും അബ്രഹാം പറയുന്നുണ്ട് അത് നടക്കില്ല, ഒരിക്കലും ഇവർക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായൊരു കാര്യം, മരിച്ച മനുഷ്യനെ കൊണ്ട് നമുക്കൊരു ഉപകാരമില്ല, മരിച്ച മനുഷ്യനെ എവിടെയെങ്കിലും എത്തിക്കാൻ ജീവിച്ചിരിക്കുന്ന നമുക്കും കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട്. മരിച്ചവരോടുള്ള പ്രാർത്ഥനയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വൃഥാവാണ് എന്ന് കൃത്യമായി വിശദമാക്കുന്നൊരു ഉപമയും കൂടിയാണ് ഈ ധനവാൻ്റെ ലാസറിൻ്റെ ഉപമ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ സമ്പത്ത് ഈ ലോകത്തിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെയും ഒരിടത്തും എത്തിക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ യാഥാർത്ഥ്യം. ഈ ലോകത്തിൻ്റെ സമ്പത്ത് അത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്. അതിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു പേപ്പറിൻ്റെ വിലയാണ് യഥാർത്ഥത്തിലുള്ളത്. മനുഷ്യൻ്റെ പ്രാണനെയോ ജീവനെയോ പിടിച്ചു നിർത്താൻ അതിനൊരിക്കലും കഴിയത്തില്ല. അവസാനം നമ്മൾ കിടക്കുന്ന സ്ഥലമുണ്ട് ICUവിൽ, അവിടെ കിടക്കും. ഡോക്ടറുടെ അവസാന വാക്ക്, ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതൊക്കെ ശ്രമിച്ചു, സകല സമ്പത്തും കൂട്ടിവെച്ചാലും പ്രാണനെ തിരിച്ചു പിടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടായിരിക്കാം ക്രിസ്തു കൃത്യമായി പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ വില, അവൻ്റെ ആത്മാവിൻ്റെ വില സകല ലോകത്തേക്കാൾ വലുതാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉപമകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിനും നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ വിചിന്തനം നടത്തുന്നതിനും കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു.